ഓരോരുത്തർക്ക് നല്ലത് ആഗ്രഹിക്കണമെങ്കിൽ ഭാഗ്യം വേണ്ട. ഭാഗ്യമില്ലാത്തവന് നല്ല ആഗ്രഹിക്കുകയാണെങ്കിൽ എത്ര ആളുണ്ട് മക്കയിൽ പോകണം, ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹമില്ലാത്തവര്, എത്ര ആളുണ്ട് മദീനത്ത് പോകണമെന്ന് ആഗ്രഹിക്കാത്തവര്, അങ്ങനെ പല ആളുകളുമില്ലേ. പക്ഷെ അതിങ്ങനെ പുറത്തു പറയേണ്ട ആവശ്യമുണ്ടോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മഹാന്മാരായ ഇമാമിങ്ങൾ അതിനൊക്കെ വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. ഷഹീദായി മരിക്കുന്നതിനേക്കാൾ വലിയ സ്ഥാനം മദീനയിൽ വെച്ച് മരണപ്പെടുന്നതിനുണ്ടെന്ന് വരെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കിടക്കുന്നത് ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തുള്ള എല്ലാ അമ്പിയാക്കളുടെയും നേതാവ്, എല്ലാ ഔലിയാക്കളുടെയും നേതാവ്. എന്നാൽ ആ നബിതങ്ങളുടെ പുറമെ നമുക്കറിയാമല്ലോ, ഇപ്പോഴും മദീനയിൽ അവിടുത്തെ സിയാറത്ത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാമല്ലോ, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അൽമുഹു ഫതാബ മിൻ ദീബിഹിന്നൽ ഖാഉ വൽ ലകമു നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ അൻത സാകിനുഹു فيه العفاف وفيه الجود والكرم. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിന്റെ ബഹുമാനം പറയുന്ന പദ്യം അവിടെ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചത് ഇപ്പോഴും നമുക്ക് കാണാം. എന്തിനധികം പറയണം, മദീനയിലേക്ക് പോകാൻ ആഗ്രഹമില്ലെങ്കിൽ, മദീന മനസ്സിൽ തോന്നുന്നില്ലെങ്കിൽ, ഈമാനിന് ദൗർബല്യമുണ്ടെന്നല്ലേ. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തൈരിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ പാമ്പിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മടയിലെത്തിയാൽ രക്ഷപ്പെടുമെന്ന ചിന്തയാണ്. ആര് അതിന്റെ പിന്നാലെ ഓടിയാലും അതിന്റെ മടയിലേക്ക് ഓടിക്കേറുകയാണ്. എന്റെ രക്ഷ അവിടെയാണെന്ന ചിന്തയാണ്. ഇതുപോലെ ഈമാനുണ്ടോ? ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന കമാ തൈരിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. പാമ്പ് മടയിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, മഹാന്മാരായ ഇമാമിങ്ങൾക്കിടയിൽ ഒരേ ഒരു ചർച്ച മാത്രമേ ഉള്ളൂ. മക്ക ശരീഫിനാണോ കൂടുതൽ ബഹുമാനം, മദീന ശരീഫിനാണോ കൂടുതൽ ബഹുമാനം? രണ്ടിനും ബഹുമാനമുണ്ടെന്നതിൽ ലോകത്തൊരു മുസ്ലിമിനും തർക്കമില്ല. അത് ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണെന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അതാ സഹീഹുൽ ബുഖാരിയുടെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു ഇമാമിനും തർക്കമില്ല, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. മദീനക്ക് വലിയ ബഹുമാനമുണ്ട്, മക്ക ശരീഫിനും വലിയ ബഹുമാനമുണ്ട്. എന്നാൽ കൂടുതൽ ബഹുമാനം എന്തിനാണ്? അതിൽ ഇമാമികൾക്കിടയിൽ ചർച്ചയുണ്ട്. സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹാബികളിൽ ഒരാൾ മദീനയുടെ ബഹുമാനം പറഞ്ഞപ്പോൾ നബി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച് ചോദിച്ചില്ലേ, നിങ്ങളാണോ മദീനയേക്കാൾ ബഹുമാനം മക്ക ശരീഫിനാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ? ഉമർ റളിയല്ലാഹു അൻഹു ചോദ്യം ചെയ്യാണ്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു അതിനൊരു തീരുമാനം പറയാൻ വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്ന നിലക്ക് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോൾ വരെ ചോദ്യം ചെയ്യുകയാണ്. അവിടെ ഇമാം ഇബ്നുൽ ഹാജ് തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഞാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് അടിക്കുമായിരുന്നു. പക്ഷേ ചോദിക്കപ്പെട്ട ആള് മക്ക ശരീഫിന് ബഹുമാനമുണ്ട്, അവിടെ കഅബ ശരീഫുണ്ട്, അങ്ങനെ കുറെ ബഹുമാനം പറഞ്ഞതല്ലാതെ ഞാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് തുറന്നു പറയാൻ ധൈര്യപ്പെട്ടില്ല.
കാരണം അൽ മദീനത്തു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, അവർക്ക് വിവരമുണ്ടെങ്കിൽ മദീന അവർക്ക് ഖൈറാണെന്ന് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹി. اللهم اجعل بالمدينة لعفي ما جعلته بمكة من البركة. മക്ക ശരീഫിൽ നീ കൊടുത്ത ബറക്കത്തിന്റെ ഡബിൾ ബറക്കത്ത് മദീനക്ക് കൊടുക്കണം അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ദുആയാണ്. ഏതായിരുന്നാലും മക്ക ശരീഫിന് വലിയ ബഹുമാനമുണ്ട്, മദീന ശരീഫിന് വലിയ ബഹുമാനമുണ്ട്. അതിലേതിനാണ് കൂടുതൽ ബഹുമാനം എന്നതല്ലാതെ മദീന ശരീഫിന്റെ ബഹുമാനം ഇകഴ്ത്തുന്ന ഒരു വാചകവും ഇന്നേ വരെ ഒരു മുസ്ലിമും സംസാരിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ സംസാരിക്കാൻ വകുപ്പില്ല. പക്ഷേ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയാൽ, വ്യാജ ത്വരീഖത്തുകളിൽ കുടുങ്ങിപ്പോയാൽ, പുത്തനാശയങ്ങളിലേക്ക് നീങ്ങിപ്പോയാൽ പിന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് പഠിപ്പിച്ച ആശയം അത് മുറുകെ പിടിച്ച് ജീവിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്ത് അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ആശയം. അതാണ് ഖുർആനിന്റെ വിവരണങ്ങളായ എല്ലാ ഇൽമുള്ള ഗ്രന്ഥങ്ങളിലും പഠിപ്പിച്ച ആശയം സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കം ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചുപോയി എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അവന്റെ പ്രബോധനത്തിൽ എഴുതി വെച്ചു. കാരണം സുന്നത്ത് ജമാഅത്ത് വിട്ടു. പിന്നെ നബിതങ്ങളോട് ബഹുമാനമില്ല, നബിതങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം ക്ലിയറല്ല. ഇതുപോലെ സുഹൃത്തുക്കളെ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തി ആര് സംസാരിച്ചോ, നബിതങ്ങളെ നാട്ടിനെ ആര് ഇകഴ്ത്തിയോ, നബിതങ്ങളുടെ മഖ്ബറെ ആര് ഇകഴ്ത്തി പറഞ്ഞോ, അവരെല്ലാം ഈമാനിൽ നിന്ന് അകന്നവര് തന്നെ. പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ ആശയം മുറുകെ പിടിച്ച് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്നതുപോലെ ജീവിക്കണം.